ഞാനും അത്ര നല്ല സന്തോഷമുള്ള ഒരു കാര്യമൊന്നുമല്ല പറയാൻ പോകുന്നത്. അതായത് കേരളത്തിൽ യുവാക്കൾക്കിടയിൽ HIV പോസിറ്റീവ് എയ്ഡ്സ് രോഗം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ എയ്ഡ്സ് രോഗം വർദ്ധിച്ചു വരുന്നത് എറണാകുളം, കോഴിക്കോട്, അതുപോലെ തന്നെ HIV പോസിറ്റിവിറ്റിയുടെ സാധ്യത ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലും ആണുള്ളത്. അപ്പോൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ എടുക്കുന്ന ആളുകൾ പറയുന്നത് സത്യത്തിൽ അത് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നാണ്. കേരളത്തിലുള്ള വളർന്നു വരുന്ന കുട്ടികളടക്കമുള്ള യുവജനതകളിൽ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു മയക്കുമരുന്നെന്നാണ് പറയുന്നത്. അതായത് നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്തതിൻ്റെ പരിധിക്കപ്പുറമായെന്നാണ് പറയുന്നത്. എന്നാൽ പോലും ആരോഗ്യ കേന്ദ്രങ്ങളും ലോക ആരോഗ്യ സംഘടനയും എല്ലാം പറയുന്നത് നമുക്ക് ശ്രമിക്കാം, ഒത്തൊരുമിക്കുക എന്ന് പറയുന്നത്. അത്രയും വലിയ ഒരു കുതിപ്പിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ലൈംഗിക കാര്യങ്ങൾ മാത്രമല്ല HIV പോസിറ്റിവിറ്റിക്കും അതുപോലെ തന്നെ എയ്ഡ്സ് രോഗത്തിനും ഇടവരുത്തുന്നത്. പക്ഷേ അതും കൂടെയുണ്ട്. വർദ്ധിച്ചു വരുന്ന ഒരു ഓപ്പൺ ഒരു സ്വതന്ത്രമായിട്ടുള്ള ലൈംഗികതയും HIV പോസിറ്റിവിറ്റിക്ക് എയ്ഡ്സിന് കാരണമാക്കുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ കേരളത്തിൽ HIV എയ്ഡ്സ് രോഗികൾ വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ 4 പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വതന്ത്രമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങൾ, കോണ്ടം ഉപയോഗിക്കാതെയുള്ള ലൈംഗിക ബന്ധങ്ങൾ. പക്ഷേ കോണ്ടം പോലും നമുക്ക് 100% ഉറപ്പ് നൽകുന്നില്ല. കോണ്ടം ഉപയോഗിച്ചിട്ടുള്ള പലരിലും HIV സാധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ കോണ്ടം ഉപയോഗിച്ച് പലരും ഗർഭിണികളായിട്ടുണ്ട് എന്നുള്ള ചരിത്രം നമ്മൾ മറക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിൻ്റെ കൂടെ HIV ബാധിതർ അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിക്കുന്നവരുടെയും എണ്ണം അതിനനുസരിച്ച് കൂടുകയാണ്. കാരണം ഒരേ സിറിഞ്ചുകളാണ് പലരും ഉപയോഗിക്കുന്നത്. 1-2 ആളുകളാവില്ല, ചിലപ്പോൾ ഒരു കൂട്ടത്തിൽ 10 പേരോ 20 പേരോ ഉണ്ടായിരിക്കും. അവർ ലഹരിയുടെ അന്ധതയിൽ ഒരേ സിറിഞ്ചുകളായിരിക്കും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അവർക്ക് ഭാവിയിൽ അവർക്ക് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമായിരിക്കില്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തകിടം മറിക്കുന്ന HIV കൂടെ അവർക്ക് അതിൻ്റെ കൂടെ സമ്മാനമായിട്ട് ലഭിക്കും. പിന്നെ മൂന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ഹോമോസെക്ഷൽസ്, 4ാമത്തെ വിഭാഗക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് എന്നതാണ്. അപ്പോൾ കേരളത്തിലുള്ള യുവാക്കൾ എല്ലാവരും വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ HIVയുടെ എയ്ഡ്സിൻ്റെ പ്രചരണത്തിന് നമ്മളും ഭാഗമാവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ജാതകമായിരിക്കും നോക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ ജാതകമല്ല നമ്മൾ നോക്കേണ്ടത്. വിവാഹം കഴിക്കുന്ന സ്ത്രീയെ പുരുഷന് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകണം, എന്നിട്ട് ലാബിൽ ക്യൂ നിന്നിട്ട് രക്തപരിശോധന നടത്തണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഒരാളെ പ്രേമിക്കാവൂ, ഒരാളുമായിട്ട് പ്രണയത്തിൽ ഏർപ്പെടാവൂ. അത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.